Hi, I'm Atulya, consultant psychologist, and my education qualification is Masters in Clinical Psychology. Let me tell you how Malayali feels about ADHD. നമ്മൾ പലരും കേട്ടിട്ടുള്ള എന്നാൽ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇതൊരു കോമൺ ആയ ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷനാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇത് വെറും ശ്രദ്ധക്കുറവ് മാത്രമാണെന്ന്. പക്ഷെ ADHD അതിലും അപ്പുറം നമ്മുടെ ബ്രെയിനിന്റെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷനെ ബാധിക്കുന്ന ഒന്നാണ്. ADHD ഉള്ള ഒരാൾ മനസ്സ് എപ്പോഴും സ്കാറ്റേർഡോ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായി ഓർഗനൈസ് ചെയ്യാനോ ഒരു ടാസ്ക് പൂർത്തിയാക്കാനോ ഇവർക്ക് വലിയ പ്രയാസം അനുഭവപ്പെടാറുണ്ട്. ഇതിനെ വെറും മടി എന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം അവരുടെ ബ്രെയിനിന് ഒരു കാര്യത്തിൽ ഫോക്കസ് നിലനിർത്താൻ കൂടുതൽ എഫോർട്ട് ആവശ്യമാണ്. ഇതിനോടൊപ്പം തന്നെ കൂടെ ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സ്, ഫ്രസ്ട്രേഷൻ ആൻഡ് ഫീലിംഗ് ഓഫ് ബീങ് ഓവർവെൽമീഡ് എന്നിവയും ഇവരെ അലട്ടാറുണ്ട്. എനർജി ലെവൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു റെസ്റ്റ്ലെസ്നെസ് അനുഭവപ്പെടാം, അല്ലെങ്കിൽ എനർജി സ്ഥിരമായി ഒരുപോലെ കൊണ്ടുപോകാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഡിഫിക്കൽട്ടി ഫോക്കസിങ് ആൻഡ് ബീങ് ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആണ്. ചുറ്റുമുള്ള ചെറിയ ശബ്ദങ്ങളോ മാറ്റങ്ങളോ പോലും ഇവരുടെ ശ്രദ്ധ മാറ്റിക്കളയാം. അതുപോലെ തന്നെയാണ് ഇമ്പൾസിവിറ്റി. ചിന്തിക്കുന്നതിന് മുമ്പേ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുക, മറ്റുള്ളവരുടെ സംസാരത്തിന് ഇടയിൽ കയറി സംസാരിക്കുക എന്നിവയൊക്കെ ഇതിന്റെ ഭാഗമാണ്. മറ്റൊരു പ്രധാന കാര്യം ടൈം മാനേജ്മെന്റ് ആണ്. ഡെഡ് ലൈനുകൾ പാലിക്കാനോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനോ ഇവർക്ക് വലിയ സ്ട്രഗിൾ ഉണ്ടാവാറുണ്ട്. ഇതിനെയാണ് നമ്മൾ ടൈം ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ അമിതമായ മറവി, സാധനങ്ങൾ എവിടെയെങ്കിലും വെച്ചും മറന്നു പോവുക തുടങ്ങിയവയും നമ്മൾ കാണാറുണ്ട്. മുതിർന്നവരിൽ ഇത് ജോലിയെയും റിലേഷൻഷിപ്പിനെയും ഒരുപോലെ ബാധിക്കാം. ADHD പ്രധാനമായും 3 തരത്തിലാണ്. ഒന്ന് ഹൈപ്പർ ആക്ടിവിറ്റി ഇമ്പൾസീവ് ടൈപ്പ്. അവിടെ എപ്പോഴും ഒരു ഓട്ടപ്പാച്ചിലോ അമിതമായ ചലനങ്ങളോ ആയിരിക്കും പ്രധാനം. രണ്ടാമത് ഇൻഅറ്റൻറ്റീവ് ടൈപ്പ്. ഇവിടെ പുറമെ കാണുന്ന ബഹളങ്ങളെക്കാൾ ഉപരി ഉള്ളിലുള്ള ശ്രദ്ധക്കുറവും ഓർഗനൈസേഷനിലുള്ള പ്രശ്നമായിരിക്കും കൂടുതൽ. മൂന്നാമത് ഇത് രണ്ടും കൂടിയുള്ള ഒരു കമ്പൈൻഡ് ടൈപ്പാണ്. കുട്ടികളെയും മുതിർന്നവരും ഇത് വ്യത്യസ്ത രീതിയിലാണ് പ്രകടമാവുക. നിങ്ങളുടെ ഈ ശ്രദ്ധക്കുറവോ മറവിയോ നിങ്ങളുടെ ജോലിയെയോ പഠനത്തെയോ അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളെയോ സാരമായി ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു സൈക്കോളജിസ്റ്റോ സൈക്യാട്രിസ്റ്റിനെ കാണേണ്ടതാണ്. നിരാശപ്പെടേണ്ട കാര്യമില്ല. കൃത്യമായ തെറാപ്പിയിലൂടെ സ്ട്രാറ്റജിയിലൂടെ ADHD മികച്ച രീതിയിൽ മാനേജ് ചെയ്യാൻ സാധിക്കും. ഇതിനായി മലയാളികൾക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്ന കൗൺസിലിംഗ് പ്ലാറ്റ്ഫോമാണ് കൂട്ട്. സേഫായി ജഡ്ജ്മെന്റ് ഇല്ലാതെ ഒരിടത്തിൽ ഹെൽപ്പ് തേടുന്നത് ഒരു പോസിറ്റീവ് സ്റ്റെപ്പാണ്. നിങ്ങളുടെ ഇമോഷൻസ് മനസ്സിലാക്കുന്ന മലയാളി തെറാപ്പിസ്റ്റുകളാണ് ഉള്ളത്. 749 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പാക്കേജ് വഴി നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചുള്ള സമയം തിരഞ്ഞെടുക്കാം. ഇതിനായി ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു സൈക്കോളജിസ്റ്റിനെ തിരഞ്ഞെടുത്ത് ആദ്യ സെഷൻ ബുക്ക് ചെയ്യാം. പിന്നീട് ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ തെറാപ്പിസ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ്സ് ഞങ്ങൾ ട്രാക്ക് ചെയ്യും. ആവശ്യമായ സപ്പോർട്ട് തുടർച്ചയായി നൽകുകയും ചെയ്യും. കൂട്ട്. നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാൾ എപ്പോഴും അടുത്തുണ്ട്. കൂട്ടിനുണ്ട് കൂട്ട്.